ആരുമറിയാതെ ശത്രുതാവളങ്ങൾ തകർക്കാൻ ഇന്ത്യയോളം പോകുന്ന മറ്റൊരു രാജ്യമില്ല. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് തുല്യമായി മ്യാൻമാറിലെ ഭീകര കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി എന്ന് സ്ഥിരീകരിക്കുകയാണ് ഇന്ത്യ. 2025 ജൂലൈയിൽ ഇന്ത്യ മ്യാൻമാർ അതിർത്തി കടന്ന് ഇന്ത്യൻ സൈന്യം ഭീകര ക്യാമ്പുകൾ തകർത്തു എന്നാണ് ഔദ്യോഗികമായി ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജൂലൈ 11 മുതൽ 13 വരെ നീണ്ടുനിന്ന ഈ ദൗത്യത്തിൽ പാരാ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളാണ് പങ്കെടുത്തത്. ഓപ്പറേഷന് നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് കേണൽ ഖഡേജ് ആദിത്യ ശ്രീകുമാറിന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ശൗര്യചക്ര ബഹുമതി ലഭിച്ചതോടെയാണ് ഈ സൈനിക നീക്കത്തിന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ട് അതിർത്തിക്കപ്പുറമായാലും അവിടെ കൃത്യമായ ഇടപെടൽ നടത്താൻ ഇന്ത്യ തയ്യാറാണ് എന്ന സന്ദേശമായും ഈ ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ വിലയിരുത്തപ്പെടുകയാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ മ്യാൻമാറിലെ സഗായിങ് മേഖലയിൽ നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ തങ്ങളുടെ 3 മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം വാദം ഉന്നയിച്ചിരുന്നു. ഇന്ത്യക്കെതിരായി അനേകം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഭീകര സംഘടനയാണിത്. തങ്ങളുടെ ക്യാമ്പുകൾ തകർത്തത് ഇന്ത്യൻ സൈന്യമാണ് എന്ന് ULFA ആരോപിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ സൈന്യം പാടെ നിഷേധിക്കുകയാണ് ചെയ്തത്. ഓപ്പറേഷനിൽ സംസ്ഥാന പോലീസ് സേനയ്ക്ക് പങ്കില്ല എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയും അന്ന് പ്രതികരിച്ചിരുന്നു. അതേസമയം ഇന്ത്യ വിരുദ്ധ സംഘടനകളുടെ ക്യാമ്പുകളെയാണ് ലക്ഷ്യം വെച്ചത് എന്ന് പറയുന്നുണ്ട് എങ്കിലും ഓപ്പറേഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സൈന്യം പുറത്തുവിട്ടിട്ടില്ല. ജൂലൈ 11-നും 13-നും ഇടയിൽ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ നടത്തിയ വളരെ തന്ത്രപ്രധാനമായ നീക്കം നടത്തിയത് കേണൽ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു. കുപ്രസിദ്ധ തീവ്രവാദികളടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും ഇന്ത്യ അവകാശപ്പെടുന്നു. കേണലിന്റെ രഹസ്യമായ ആസൂത്രണം, ആ ആസൂത്രണവും ആക്രമണത്തെയും പ്രശംസിച്ച രേഖയിൽ ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ രാജ്യം തയ്യാറായിട്ടില്ല. തങ്ങളുടെ കിഴക്കൻ കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ ഡ്രോണുകൾ ആക്രമിച്ചു എന്ന് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം ഇൻഡിപെൻഡന്റ് ജൂലൈ 13-ന് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. എന്നാൽ ഇത് വെറും ഒരു ആരോപണം മാത്രമാണ് എന്ന് പറഞ്ഞ ആ സംഭവത്തെ ഇന്ത്യ നിഷേധിക്കുകയും പിന്നീട് ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയും ചെയ്തു. പിന്നാലെ സംഘടനയുടെ സ്വയം പ്രഖ്യാപിത ലഫ്റ്റനന്റ് ജനറൽ നയൻ മെഥി കൊല്ലപ്പെട്ടതായി സായുധ ഗ്രൂപ്പ് അറിയിച്ചു. നയൻ മെഥിയുടെ സംസ്കാരം നടക്കുന്നതിനിടെ വീണ്ടും ആക്രമണം ഉണ്ടാവുകയും ബ്രിഗേഡിയർ ഗണേഷ് അസം, കേണൽ പ്രദീപ് അസം എന്നിവർ കൊല്ലപ്പെടുകയും ചെയ്തതായി സംഘടന അറിയിച്ചു. അപ്പോഴും മൗനം തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. എന്തായാലും കഴിഞ്ഞ ദിവസം ഇന്ത്യ ഈ വിഷയത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ്. ബഹുമതിയോടൊപ്പം നൽകിയ വിശദീകരണത്തിലാണ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സംഘത്തിന്റെ ക്യാമ്പ് ലക്ഷ്യമിട്ട പ്രത്യേക ദൗത്യത്തെക്കുറിച്ചുള്ള പരാമർശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മ്യാൻമാറിൽ പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം ഇൻഡിപെൻഡന്റ് ഉൾഫ ഐ എന്ന വിമത സംഘത്തിന്റെ ക്യാമ്പുകളാണ് ആക്രമണത്തിന് വിധേയമായത് എന്നാണ് സൂചന. കഴിഞ്ഞ വർഷം ജൂലൈയിൽ തങ്ങളുടെ കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണം നടന്നതായി ഈ സംഘടന ആരോപിച്ചിരുന്നു എങ്കിലും അന്ന് ഇന്ത്യൻ സൈന്യം സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല. അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയും ആക്രമണത്തിൽ ഇന്ത്യൻ സേന പങ്കെടുത്തിട്ടില്ല എന്ന നിലപാടാണ് അപ്പോൾ സ്വീകരിച്ചത്. ഓപ്പറേഷനിൽ 9 ഭീകരർ കൊല്ലപ്പെട്ടതായി അന്നുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വീണ്ടും ശ്രദ്ധേയമാവുകയാണ്. എന്നാൽ ദൗത്യത്തിന്റെ രീതി എങ്ങനെയായിരുന്നു എന്നും ആയുധങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും നഷ്ടങ്ങൾ തുടങ്ങിയ കൂടുതൽ വിശദാംശങ്ങൾ രാജ്യം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.